നമസ്കാരം. ഒരു ഇംഗ്ലീഷ് ടച്ചിൽ മൊത്തത്തിൽ ഇതുപോലെ വൈറ്റ് കളറിൽ വരുന്ന ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലുള്ള ഷറഫുദ്ദീന്റെ വീടാണ്. വീടിന്റെ ഗേറ്റും കോമ്പൗണ്ട് വോളും മൊത്തത്തിൽ വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ അതിമനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയറിൽ ഓരോ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിലും ആ നടുക്കായിട്ട് ജസ്റ്റ് ഒരു ക്ലാഡിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. ബാക്കി മൊത്തത്തിൽ വിൻഡോസ് അടക്കം വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഏകദേശം 9 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് വന്നിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. മുറ്റത്ത് ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇടക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് തുറന്ന് കയറി വരുമ്പോഴേ നേരെ വരുന്നത് ഇതാ ഇവിടുത്തെ കാർപോച്ചിൽക്കാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ട് ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ കാർപോച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാർപോച്ചിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു റെയിലിംഗ് ഡിസൈൻ വരുന്നുണ്ട്. അവിടെ ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ഗാർഡൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. കാർപോച്ചിന്റെ അവിടുന്ന് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ അവിടെ ഈ ഒരു ഭാഗത്തായിട്ടും നല്ല ഭംഗിയിൽ തന്നെ ഒരു ഗാർഡൻ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിതേ സിറ്റ് ഔട്ടിന്റെ അവിടുന്ന് വലതുവശത്തെ ആ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു കുഞ്ഞു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു വിൻഡോസ് ഒക്കെ വൈറ്റ് കളറിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ ഒക്കെ കാണാനായിട്ട്. അപ്പൊ നമുക്കിനി ഇതേ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതേ നല്ല ഭംഗിയിൽ ഒരു കുറഞ്ഞ സ്പേസ് ആണെങ്കിലും ഈ വൈറ്റ് കളറിൽ വന്നുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ സിറ്റ് ഔട്ട് ഒക്കെ തോന്നുന്നത്. എക്സ്റ്റീരിയറിനൊക്കെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിതാ കയറി വരുമ്പോഴന്നെ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു ചാരുപടി ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിന് താഴെ ആയിട്ടാണ് കേട്ടോ ഷൂറാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ജസ്റ്റ് ഒരു എൽ ഷേപ്പ് ഒക്കെ പോലെ ആയിട്ടാണ് നമ്മുടെ ഈ സിറ്റ് ഔട്ട് വരുന്നത്. അവിടുന്ന് ഇതേ ഇങ്ങോട്ട് കയറാനുള്ള ഒരു സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതേ മെയിൻ ഡോറിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ വുഡിന്റെ ഡബിൾ ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിന്റെ 2 ഹാൻഡിൽ വരുന്നുണ്ട്. ഡോറിന് മുകളിലായിട്ട് മാഷാ അല്ലാഹ് എന്നുള്ള ഒരു കാലിഗ്രാഫിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതേ ഇനി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. അകത്തേക്ക് കയറി വരുമ്പോഴേ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഹാളിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. ഇവിടെ ഫ്ലോറിലായിട്ടും ആ വൈറ്റ് കളറിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നല്ല രസത്തിലായിട്ട് തന്നെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ടെങ്കിലും നല്ല ഒതുങ്ങിയ രീതിക്കാണ് കേട്ടോ ടേബിളും ചെയറൊക്കെ വരുന്നത്. അതും നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിൽ തന്നെയാണ്. ഇവിടെ ഇവിടുത്തെ ഷോവാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ബോർഡിലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു ഇന്റീരിയർ എലമെന്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വോള്. ഇനിയിപ്പോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 വശത്തായിട്ടും വോളില് വിൻഡോസ് വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയയിൽ സീലിംഗും അതിമനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ജിപ്സം സീലിംഗ് ചെയ്തിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ എൻട്രൻസിലായിട്ട് തന്നെ വുഡൻ പാനലിങ്ങും ഒരു വശത്തായിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ ഒരു അടിപൊളി പാർട്ടീഷൻ വോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ സെറ്റിംഗ്സ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ നമ്മുടെ ലിവിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ എൽ ഷേപ്പിലായിട്ട് തന്നെ സോഫ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് ഇതുപോലെ ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് അതിലൊരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ടീ ടേബിളും കാണാം.
ഇവിടെ ഈ ഒരു ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇന്റീരിയർ ഡെക്കേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. കൂടാതെ അവിടുന്ന് ഈ ഭാഗത്തെ വോളിലേക്ക് വരികയാണെങ്കിലും ഒരു വെറൈറ്റി ഡിസൈനിൽ അതുപോലെ ഒരു ഷെൽഫ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് വശത്തായിട്ട് വരുന്ന വിൻഡോസിലൊക്കെ ആയിട്ടും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ഈ ഒരു പെയിന്റിങ്ങിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിലാണ് കേട്ടോ ഫാബ്രിക് ഒക്കെ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷോവാള് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് തീമിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ വോളിൽ നമ്മുടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു TV യൂണിറ്റിന്റെ ഡ്രോയറും ഒരു വെറൈറ്റി ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ സീലിംഗും ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ശേഷം നമ്മൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ വരുമ്പോൾ ഇവിടെ ഫോയറിലായിട്ടും ഒരു അടിപൊളിയായിട്ടുള്ള സീലിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറമേന്ന് കാണാത്ത രീതിക്ക് ഒരു ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ സെറ്റിങ്സ് വരുന്നത്. അവിടെ മുകളിലായിട്ട് ഒരു കുഞ്ഞു സീലിംഗ് ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ അവിടെ ആ ഒരു ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വി ബോർഡിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് ഇതുപോലെ റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നാനോ വൈറ്റ് ആണ് കേട്ടോ ടോപ്പിൽ വരുന്നത്. വൈറ്റ് കളർ വാഷ് ബേസിനും താഴെ ആയിട്ട് സ്റ്റോറേജ് വൈറ്റ് കളറിൽ വരുന്നുണ്ട്. അതിന്റെ താഴെ ഇതുപോലെ ഒരു ഗ്രീനറിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ് ഏരിയന്റെ ആ ഭാഗത്തും ഇതുപോലെ ഒരു കുഞ്ഞു പാർട്ടീഷൻ ബോൾ ആ ഒരു ഡയമണ്ട് ഷേപ്പിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ സ്റ്റെയറിന്റെ ഒക്കെ സെറ്റിങ്സ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നേരെ കാണുന്നത് ഇവിടുത്തെ കിച്ചൺ ആണ്. കൂടാതെ രണ്ട് വശത്തായിട്ടാണ് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ വെള്ളമയത്തിലാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഫ്ലോറിൽ നോക്കുകയാണെങ്കിലും വോളിൽ നോക്കുകയാണെങ്കിലും ഒക്കെ വൈറ്റ് കളറാണ് കേട്ടോ. ഇവിടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ആ ഒരു ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് ഇതുപോലെ ഒരു വൈറ്റ് ആൻഡ് വുഡ് തീം വന്നിട്ടുണ്ട്. കൂടാതെ രണ്ട് സൈഡിലായിട്ടും കുഞ്ഞു സൈഡ് ടേബിൾ കൊടുത്തത് വൈറ്റ് കളറിലാണ്. ഇവിടെ അടുപ്പിച്ച് രണ്ട് വിൻഡോ വന്നത് ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാൻ, അതും വൈറ്റ് കളറിൽ. നമ്മുടെ ആ ഒരു ഹെഡ് റെസ്റ്റിന്റെ ആ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ വാർഡ്രോബ് നോക്കുകയാണെങ്കിലും നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ നോക്കുകയാണെങ്കിലും ഒപ്പം ഒരു കുഞ്ഞു സ്റ്റഡി ഏരിയ നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ വൈറ്റ് കളറിൽ വന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂം ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ വോളിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇല്ലേ ആ ബാക്ക് വോളിൽ കൊടുത്ത ആ ഒരു വുഡൻ പാനലിംഗ് ഡിസൈൻ പൊതുവെ നമ്മളൊരു വുഡൻ തീമിലും ഒരു ഡാർക്ക് കളറിലല്ലേ വരാറ്. അത് വൈറ്റ് കളറിൽ വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ. കൂടാതെ മൊത്തത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ ഡ്രസ്സിംഗ് ഏരിയ എങ്ങനെ അങ്ങക്ക് ഇഷ്ടമായോ? അപ്പൊ ഇനി ഇവിടെ ആയിട്ട് തന്നെ ബാത്റൂം വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മുടെ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു വശത്തായിട്ട് വാഷ് ഏരിയന്റെ യൂണിറ്റും കാണാം. ശേഷം നമ്മൾ ഇനിയിപ്പോ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഈ ബെഡ്റൂമും നേരത്തെ കണ്ട പോലെ തന്നെ മൊത്തത്തിൽ വൈറ്റ് കളറിൽ വന്നിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം ഡിസൈനിൽ വരുന്ന കോട്ടൺ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും സീലിംഗിൽ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സ്റ്റഡി ഏരിയയും ഒരു കുഞ്ഞു ഷെൽഫൊക്കെ വരുന്നുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിപ്സം സീലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമും ഡ്രസ്സിംഗ് ഏരിയയും വരുന്നത്. നമ്മൾ നേരത്തെ റൂമിൽ കണ്ടില്ലേ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് തന്നെ നമ്മുടെ ബാത്റൂം വരുന്നുണ്ട്. ഈ ബാത്റൂം വന്നിട്ടും നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കിച്ചൺ നോക്കല്ലേ. കിച്ചൺ എന്തായാലും അവിടെ നിൽക്കട്ടെ. ഈ ഭാഗത്ത് ആ ഒരു ആംബിയൻസ് ഒക്കെ നോക്കി നിങ്ങള് അടിപൊളിയായിട്ടില്ലേ. ഇവിടെ ആയിട്ട് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഷോക്കേസിങ് ഐറ്റംസ് വരുന്നുണ്ട്. ആ ഒരു വോളിലും ആ ഒരു ടെക്സ്ചർ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കാവേ. ഇനിയിപ്പോ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലിംഗ് വന്നിട്ട് ടഫൻ ഗ്ലാസും വുഡിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ജസ്റ്റ് ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജിന് പകരമായിട്ട് ഇവിടെ ദാ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീനറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒത്തിരി നല്ല ഭംഗിയിൽ വരുന്ന പ്ലാന്റ്സും ആ ഒരു വോളിലായിട്ട് ടെക്സ്ചർ ഡിസൈനും കൂടാതെ ദേ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഷെൽഫ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റെയറിന്റെ ഫ്ലോറിലും ഇവിടെ ദേ സെയിം ആ ഒരു ടൈലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ദേ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ ആ ഒരു വോള് അതിമനോഹരമായ രീതിയിൽ തന്നെ ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ആ ഒരു വോളില് ആ ഒരു സിമെന്റ് ടെക്സ്ചർ ഡിസൈൻ പോലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഒരു ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടുത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിലും ഈ ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ നല്ല ഭംഗിയിൽ തന്നെ ജിപ്സം സീലിംഗും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കാണുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെ സ്പേഷ്യസ് ആയിട്ട് ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസ് ഏരിയ എന്നൊക്കെ പറയാം. അതായത് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഒരു സ്പേസ് അതിനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ സീലിംഗും ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു അപ്പർ ലിവിങ് വരുന്നുണ്ട്. വലിയ സ്പേസ് ഒന്നും അല്ലെങ്കിലും ഇതുപോലെ മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇവിടെ നല്ല ഭംഗിയിൽ ക്യൂട്ട് ആയിട്ടുള്ള ഒരു സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് കേട്ടോ. നടുക്കായിട്ട് തന്നെ വുഡൻ തീമിൽ ഒരു ടീ ടേബിൾ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഷോക്കേസിങ് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു TV യൂണിറ്റും രണ്ട് വശത്തായിട്ട് ഇതുപോലെ രണ്ട് മെറ്റൽ സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ട് അതും വൈറ്റ് കളറിൽ വന്നിട്ട് ഉള്ളിൽ ഇതുപോലെ ഡെക്കർ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സീലിംഗും ഒട്ടും മോശമല്ല. മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. ഇനി ഇവിടെ മുകളിലായിട്ടും 2 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. അത് ഈ ഒരു 2 ഭാഗത്തായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു വാളിൽ ചെയ്ത ഒരു ഡിസൈൻ ഇല്ലേ, നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു ക്ലാഡിംഗ് ടൈല് കൊടുത്ത എക്സ്റ്റീരിയറിൽ കണ്ടില്ലേ, ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോ ഇവിടെ ആയിട്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ബട്ട് വൈറ്റ് കളറിലായതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സൈഡ് ടേബിൾ, അതും വൈറ്റ് കളറിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ വിൻഡോസിലൊക്കെ നോക്കിയാൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. നമ്മുടെ കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കുഞ്ഞു സ്റ്റഡി ഏരിയയും ഒപ്പം ഇതുപോലെ കിഡ്സിന്റെ ഒരു കുഞ്ഞു വാർഡ്രോബും വരുന്നുണ്ട്. സീലിംഗ് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ. ഇവിടെ ആയിട്ട് തന്നെ ബാത്റൂം വരുന്നുണ്ട്. നമ്മൾ താഴെയൊക്കെ കണ്ടില്ലേ, ആ ഒരു സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ഇവിടെയും ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ സ്ക്വയറിലാണ് കേട്ടോ വരുന്നത്. ശേഷം നമ്മൾ ഇനി നമ്മുടെ 4ാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇതും വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവർ മെയിൻ ആയിട്ട് 3 ബെഡ്റൂംസ് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു സെയിം ഡിസൈൻ ആണ് കേട്ടോ കീപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും ആണ് കേട്ടോ അതുപോലെ തന്നെ ബാത്റൂം ആണെങ്കിലും ഏകദേശം 4 ബാത്റൂം വന്നിട്ടും ഒരു സെയിം ഡിസൈനിലാണ് വരുന്നത്. ഈ ഒരു റൂമിലായിട്ടും നമ്മുടെ കോട്ടും അതുപോലെ തന്നെ വിൻഡോസ്, അതിൽ കൊടുത്ത ആ ഒരു സീബ്ര ബ്ലൈൻഡ്സ്, വാർഡ്രോബ്, ഡ്രസ്സിങ് ഏരിയ എല്ലാം ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ ആണ് കേട്ടോ. അതായത് ആ ഒരു വൈറ്റ് കളറിൽ, അതുപോലെ ആ ഡ്രസ്സിങ് ഏരിയ നോക്കുകയാണെങ്കിൽ ആ ഒരു വൈറ്റ് കളറിൽ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത്, കൂടാതെ സീലിംഗ് ആയാലും ആ ഒരു സെയിം ഡിസൈൻ ആണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് നോക്കുകയാണെങ്കിലും ഡ്രസ്സിങ് ഏരിയയും ബാത്റൂം ഒക്കെ ഇതുപോലെ ഒരു സെപ്പറേറ്റ് സ്പേസിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ ബാത്റൂം നോക്കുകയാണെങ്കിലും ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ആ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. വാഷ് ഏരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മുകളിൽ അവസാനമായിട്ട് വരുന്നത് നമ്മുടെ ബാൽക്കണിയാണ്. ഒരു കുഞ്ഞു ബാൽക്കണിയാണ് കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ടെറസ് ആയിട്ടാണ് വരുന്നത്. അങ്ങോട്ട് നമുക്ക് ഇറങ്ങാവുന്ന രീതിക്കൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കല്ലേ. കിച്ചന്റെ ഡോർ വന്നിട്ട് വുഡിൽ ഇതുപോലെ ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡോറാണ് കേട്ടോ. ശേഷം നമ്മൾ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ.
ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിലാണ് കേട്ടോ. 2 ചെയേഴ്സ് വരുന്നുണ്ട്. കൂടാതെ ആ വോളിലായിട്ട് തന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് 2 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ താഴെയായിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മുകളിൽ ഇതുപോലെ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഫ്രിഡ്ജിന്റെയും ഓവന്റെയും അതുപോലെ തന്നെ ഒരു ടോൾ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല സ്പീഷ്യസ് ആയിട്ട് തന്നെ ഓരോ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഈ കിച്ചണിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നല്ലേ നമ്മുടെ ഈ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമായിട്ടോ. ഇപ്പോഴും ഈ വീട് ഇതുപോലെ ഇങ്ങനെ വെള്ള കളറിൽ വെട്ടിത്തിളങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഈ വീടിന്റെ മെയിൻ്റെനൻസിന്റെ പവർ തന്നെയല്ലേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോ. മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.